ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 6 കാർഡ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ റീഡിങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. 8 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 8 ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രണയബന്ധം വിജയിപ്പിക്കുവാൻ വേണ്ടി 2 പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് 8 ദിവസത്തിന്റെ കണക്കിൽ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ റീഡിംഗ് നിങ്ങൾ കാണുവാനിടയായാൽ എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് 8 ദിവസത്തിനുള്ളിലാണ് ഈ റീഡിംഗ് നമ്മൾ ഈ ഒരു എനർജി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8 ദിവസത്തിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾ 8 ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കാണാനിടയായാൽ എന്താണ് അതിന്റെ അർത്ഥം? യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ പേഴ്സണിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി എന്താണെന്ന് നോക്കാം. നമ്മൾ 3 കാർഡ്സാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം ഡീപ്പ് അവയർനെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കൈവരുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ഗാഢമായിട്ട് ചിന്തിക്കുവാനും വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിയിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു സാധ്യതകളെ കുറിച്ച് ചിലപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത് സാധ്യതകൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, ശത്രുക്കളാണ്, ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡീപ്പായിട്ടുള്ള ഒരു അവയർനെസ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സാധ്യതകൾ, എന്തൊക്കെ വിചാരിച്ചാലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഭാവി നിർവചിക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കണം. അതായത് ചെറിയ രീതിയിലുള്ള കുറച്ചു നേരത്തേക്കുള്ള ഒരു അട്രാക്ഷനോ കണക്ഷനോ മാത്രമല്ലാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്കും കൂടി ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം ഒരുപാട് മൂഡ് സ്വിങ്സ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇമോഷണൽ പരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ആണ്. അത് അമാവാസി, പൗർണമി, അതായത് ന്യൂ മൂൺ, ഫുൾ മൂൺ ഡേയിലൊക്കെ ഈ പേഴ്സൺ അത്രയും അധികം ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഒരു ഇറിറ്റേഷനോട് കൂടിയായിരിക്കാം, ദേഷ്യത്തോട് കൂടിയായിരിക്കാം, നിരാശയോട് കൂടിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് വരുന്ന ആ ഒരു മൂഡ് സ്വിങ്സ്, അത് ന്യൂ മൂൺ, ഫുൾ മൂൺ ഡേയിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇമോഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സാധ്യതകൾ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഫീലിങ്സിൽ പലപ്പോഴും ഈ പേഴ്സൺ അടിമപ്പെട്ടു പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ചില സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അമാവാസി, പൗർണമി ഈ ദിവസങ്ങളിലൊക്കെ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള സോൾ വൈബ്രേഷൻസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത്തരം വൈബ്രേഷൻസ് ഈ സോളിൽ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പോലും അറിയാതെ ചിലപ്പോൾ ഈ പേഴ്സന്റെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക, എപ്പോഴും വിഷമം വന്നുകൊണ്ടിരിക്കുക, ഈ ഒരു ദിവസങ്ങളിൽ വളരെയധികം കിടന്ന് കരയുക വിത്തൗട്ട് എനി റീസൺ. ഇപ്പൊ ആരെങ്കിലും എന്താണ് കരയുന്നതെന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ആ ഒരു പ്രത്യേക റീസൺ പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർത്ത് വളരെയധികം ഇമോഷണൽ ആയിട്ട് ഈ പേഴ്സൺ വന്നു. ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള സ്നേഹം, കരുതല്, നിങ്ങളോടുള്ള താല്പര്യം
ഈ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ദിവസങ്ങളിലൊക്കെ വളരെയധികം സോൾ വൈബ്രേഷൻ ആണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വ്യക്തി വിചാരിക്കും ഒന്ന് മൂഡ് സ്വിങ്സ് മാറ്റിയെടുക്കാം, പുറത്തേക്ക് പോകാം, കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യാം, പോസിറ്റീവായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്യുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സണ് വളരെയധികം ആശ്ചര്യമാണ് തോന്നിപ്പിക്കുന്നത്, ഒരു അത്ഭുതമാണ് തോന്നിപ്പിക്കുന്നത്. കാരണം എന്തൊക്കെ ചെയ്താലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളായിട്ടുള്ള സ്നേഹത്തിന്റെ ഈ ഒരു സാഹചര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ അനുസരണ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് ഈ പേഴ്സന്റെ സോള് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഡീപ്പ് അവയർനെസ് ആണ് നിങ്ങളെ കുറിച്ചുള്ള അത്രയും ചിന്തകൾ. അതായത് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങളായിട്ടുള്ള സ്നേഹം വേണം എന്നിങ്ങനെയുള്ള ആ ഒരു ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് എനർജി, അതായത് ഇപ്പൊ ഈ റീഡിംഗ് നിങ്ങൾ 8 ദിവസത്തിനുള്ളിൽ കാണുവാൻ ഇടയായാൽ അടുത്ത എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അറിയിക്കാൻ നോക്കുന്നത്? ഡിവൈൻ മദർ ആണ് കിട്ടിയിട്ടുള്ളത്. നർച്ചറിങ്, കമ്പാഷൻ ആൻഡ് ഗ്രേസ് ആണ്. ഇതൊരു ഫുൾ മൂൺ എനർജിയിലാണ് നിൽക്കുന്നത്. ഒരമ്മയെയാണ് സൂചിപ്പിക്കുന്നത്, മാതൃസ്നേഹമാണ്. അതായത് ഈ പേഴ്സന്റെ അമ്മയായിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള മറ്റാരെങ്കിലും ആയിട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു കണക്ഷനിലേക്ക്, സ്വന്തം അമ്മയാകാനാണ് കൂടുതലും സാധ്യത, നല്ല രീതിയിലുള്ള ഒരു കണക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ വിഷമം, അവരുടെ സങ്കടം, അവരുടെ ദുഃഖം, അല്ലെങ്കിൽ അവരുടെ സ്നേഹം, കെയറിങ്, വാത്സല്യം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിരുത്തിക്കൊണ്ട് മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ വളരെയധികം ദേഷ്യക്കാരനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. ഇപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ആണെങ്കിലും, ഇപ്പൊ ഈ പറയണ പോലെ സ്വന്തം അമ്മയുടെ ഫീലിങ്സ് ആണെങ്കിലും കാണാനായിട്ടോ അത് മനസ്സിലാക്കാനായിട്ടോ ഒരു മനോഭാവം ഈ പേഴ്സൺ ഇല്ല. മീൻസ് അങ്ങനത്തെ ഒരു മനോഭാവം ഈ പേഴ്സൺ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അമ്മയുടെ ഫീലിങ്സ് ഈ പേഴ്സൺ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു വിഷമം, അല്ലെങ്കിൽ അവരുടെ ആ മനസ്സിലുള്ള സങ്കടം, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഈ പേഴ്സൺ ഇരിക്കുക, അവരുടെ കണ്ണീര് തുടക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, കെയർ ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം അമ്മയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ സ്വന്തം അച്ഛന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീലിങ്സും മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെ? ഇപ്പൊ അമ്മയെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മറ്റ് സ്ത്രീകളുടെ ഫീലിങ്സും പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നത് പോലെ ആ ഒരു എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലവിങ് എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ഒരുപക്ഷെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് വഴക്കടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരിക, വഴക്കടിക്കുക, മറ്റുള്ളവരായിട്ട് എപ്പോഴും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, വീട്ടിലുള്ളവരായിട്ടും ഒരു സമാധാനപരമായിട്ട് പോകാത്ത ഒരു പേഴ്സൺ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്നു വന്ന് എന്താണ്, യുദ്ധം ചെയ്യുന്നത് നിർത്തിയിട്ട്, അതായത് വഴക്കടിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് എങ്ങനെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാം, കണക്റ്റഡ് ആയിട്ട് സമാധാനപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിങ്കിങ്ങിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധ്യതകളെ കുറിച്ചാണ്. ഇത്രയും കാലം സാധ്യത ഇല്ലാത്തതും അല്ലെങ്കിൽ പരാജയങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ചിന്തകളെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ പുതിയ പുതിയ സാധ്യതകളെ കുറിച്ചും എങ്ങനെ ഇത് മര്യാദക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു ബാലൻസിങ് എനർജി കൊണ്ടുവരാനായിട്ടും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് ചുറ്റിനുമുള്ള ആൾക്കാർ, അതായത് നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ എനർജി ആണെങ്കിലും ഈ പേഴ്സന്റെ വീട്ടുകാരുടെ ആണെങ്കിലും ഫ്രണ്ട്സ്, കൊളീഗ്സ്, അപ്പോൾ ചുറ്റിനുമുള്ള ആൾക്കാരുടെ എനർജീസും അതുപോലെ ഈ പേഴ്സന്റെ എനർജിയും കൂടി ആയിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ എനർജീസും ഈ പേഴ്സന്റെ എനർജിയും കൂടി തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ്
എന്താണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വളരെയധികം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള ഒരു മിസ്മാച്ചസ് ഉണ്ടായിരുന്നു, ഒരു ചേരായികകൾ ഉണ്ടായിരുന്നു. കാരണം ഈ പേഴ്സൺ പറയുന്നത് മറ്റുള്ളവർക്ക് കണക്റ്റ് ആവില്ല, മറ്റുള്ളവർ പറയുന്നത് ഈ പേഴ്സൺ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. സോ അവിടെ ഒരു ചേരായികകൾ ഇംബാലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലുള്ളവരൊക്കെ ആയിട്ടൊക്കെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ്, എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം ക്ലാരിറ്റി ആണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി, അതുപോലെ പ്ലാനിങ്, റിലീസിങ്, ഇല്യൂഷൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. കാരണം പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അത് ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ വരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും മനസ്സ് തുറന്ന് അവിടെ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ തെറ്റിദ്ധാരണകൾ വരേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി വരേണ്ടത് കൃത്യമായിട്ടും ഈ ഒരു കണക്ഷൻ എത്രമാത്രം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവിടെ ഒരു ക്ലാരിറ്റി വരികയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സാഹചര്യങ്ങൾ നേരിട്ട് കാണുന്നത്, അതായത് കണ്ട കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു സ്വഭാവവും കൂടി ഈ വ്യക്തിക്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ കണ്ടു, അതിനോട് സപ്പോർട്ട് ചെയ്ത് വേറെ ആരെങ്കിലും പറഞ്ഞു, അപ്പൊ അത് വേഗം തന്നെ ഈ പേഴ്സൺ കണ്ണടച്ച് വിശ്വസിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ കൂടെയോ കൂട്ടുകാരിയുടെ കൂടെയോ ഈ പേഴ്സൺ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുകയും അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെയും അന്വേഷിക്കാതെയും വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ പലതും വിജയിച്ചു കഴിഞ്ഞു. അതായത് വിജയകരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ തന്നെയാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെയധികം ക്ലാരിറ്റിയാണ്. അതുപോലെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു തീർപ്പ്, അല്ലെങ്കിൽ ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് പരിപൂർണമായിട്ടും മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി വെക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീപ്പ് അവയർനെസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യാകുലതകൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നശിപ്പിച്ച് വിട്ടാൽ പറ്റില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈവിട്ട് കളഞ്ഞാൽ പറ്റില്ല, അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റിയ ഒരു കണക്ഷൻ അല്ല ഇത്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ എൻ്റെ കൈകളിൽ വെച്ച് ഭദ്രമാക്കി സൂക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയും കൂടിയാണ്, അല്ലെങ്കിൽ വേണം എന്നുള്ളൊരു ചിന്തയും കൂടിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു എനർജി അല്ല, അല്ലെങ്കിൽ ഒരു മാറ്റമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതുപോലെ നിങ്ങളെ കുറിച്ച് ഒരുപാട് മിസ്ഇൻഫോർമേഷൻസ് ഒക്കെ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാകാം. തെറ്റായിട്ടുള്ള അറിവുകൾ, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാകാം. സോ അതൊക്കെ തന്നെ ഈ പേഴ്സൺ വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് പെരുമാറുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ അങ്ങനെ പലരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ മനസ്സുകൊണ്ട് വാക്കുകൾ കൊണ്ടൊക്കെ വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ഓവർകം ചെയ്യുവാനും സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഒരു കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം ഈ പേഴ്സൺ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ടു ബി ഫെയർ ആണ്. അതായത് തീർച്ചയായിട്ടും അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിരുന്നത്. അതായത് മറ്റുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇപ്പൊ നിങ്ങൾക്കോ ഈ ഒരു റിലേഷൻഷിപ്പിനോ വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യം തരാതെ
മറ്റുള്ളവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി അതൊരു ടോക്സിസിറ്റി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്, ഒരു ക്യാരക്ടറാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്തേക്ക് കടക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത്. ടു ബി ഫെയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ടു ബി ഫെയർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നീതിയും ന്യായവും നടപ്പിലാക്കുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അല്ലെ. നീതിയും ന്യായവും നടപ്പിലാക്കുക, നീതി ഏതാണോ ന്യായം ഏതാണോ അതിന്റെ കൂടെ നിൽക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലേഡി, അതൊരു ജഡ്ജിയുടെ പോലെ നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ ഒരു ത്രാസ് ഉണ്ട്, അത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ആർക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നെഗറ്റീവ് കാണുകയും തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലേക്കാണ് ഈ പേഴ്സന്റെ ശ്രദ്ധ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ ഈ പേഴ്സന് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിന് കൃത്യമായി തന്നെ അതേ ഇതിൽ തന്നെ തിരിച്ചു തരണം എന്നുള്ള ഒരു മര്യാദ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു തന്നെങ്കിലും മര്യാദ കാണിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളോട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത് നീതിയും ന്യായവും നടപ്പിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ബാലൻസിങ് എനർജിയാണ് അല്ലെ, കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ബാലൻസിങ് എനർജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ സ്നേഹം കൊടുത്തു, ആ സ്നേഹം വേണ്ട എന്ന് ഈ പേഴ്സണ് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും ഈ പേഴ്സണ് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അതില് ഒരു നീതിന്യായം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആ ഒരു തന്ന സ്നേഹം അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ തിരിച്ചു തന്നത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലെ. എന്ന് പറയുന്നത് പോലെ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന ചിന്തകൾ എന്താണ്, നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അടുത്ത 10 ദിവസത്തിൽ എന്തൊക്കെ ചിന്തകളാണ് ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ചിട്ട് വരാനായിട്ട് പോകുന്നത്. 2 കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നമുക്ക് നോക്കാം. ഹൈഡ് അവേ എന്നാണ്. മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ, ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈഡ് അവേ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു പൊതുവായിട്ടുള്ളൊരു വഴിയാണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു ജീവിതമാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് ഒട്ടും തന്നെ പ്രൈവസി ഇല്ലാത്ത ഒരു ജീവിതം. ഈ പേഴ്സന്റെ റൂമിലാണെങ്കിൽ പോലും വേറെയും ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാകും. അതായത് വീട്ടിലാണെങ്കിൽ കൂടി എവിടെയാണെങ്കിൽ കൂടി ഈ പേഴ്സണെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള 2 പേരുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസി, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ അത് വളരെയധികം കുറവായിരുന്നു എന്നാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും വളരെയധികം ഇറിറ്റേഷൻ, ഇഷ്ടപ്പെടായിക, താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഈ പേഴ്സണോട് ദേഷ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ വിചാരിക്കുന്നത് എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ഇരിക്കാം. നമ്മുടെ മിഥുനം സിനിമയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോഹൻലാൽ ഉർവശീന മാത്രമായിട്ടാണ് ഹണിമൂൺ പോകേണ്ടത്, പക്ഷെ കുടുംബത്തെ മൊത്തം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഉള്ളത്. ഓക്കെ, എല്ലാവരും കൂടിയായിട്ട്. പക്ഷെ ആക്ച്വലി അതും ഒരു വേറെ എൻജോയ്മെന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ 2 പേർക്കും ഇടയിൽ, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, റൈറ്റ്? അപ്പൊ അതിലേക്ക് ഈ പേഴ്സൺ അത്രയും ചിന്തിച്ചിരുന്നില്ല. എപ്പോഴും പൊതുവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് വരുന്ന ഒരു ചിന്തകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഒരു പ്രൈവസി ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് എപ്പോഴും കുറച്ച് സമയമെങ്കിലും 24 മണിക്കൂർ അല്ലെങ്കിൽ കൂടി കുറച്ച് സമയമെങ്കിലും നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യണം.
അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ കണക്റ്റ് ആകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തകളാണ് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെയിം എനർജിയിൽ തന്നെ ഒരു കാർഡും കൂടി നോക്കാം. യെസ്, ഡ്രീംസ് ആണ്. ലുക്ക് ടു യുവർ ഡ്രീംസ്, ദേ ഹോൾഡ് ഓൾ ദ ആൻസർ യു സീക്ക്. അതായത് ഈ പേഴ്സൺ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ടുള്ള സ്വപ്ന ദർശനമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ആൻസേഴ്സ് ഈ പേഴ്സൺ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ആൻസേഴ്സ്, എന്തൊക്കെയോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ പേഴ്സൺ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ പല ഉത്തരങ്ങളും ഈ പേഴ്സണ് എന്താണ് സ്വപ്നത്തിൽ നിന്നും ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്വപ്നത്തിൽ നിന്ന് ലഭിക്കുക. ഓക്കെ, അത് നമുക്ക് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും. ഈവൻ എനിക്കൊക്കെ ആണെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ട്. എന്തോ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം, ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും, അത് സ്വപ്നത്തിലൂടെ നമുക്ക് ദർശനമായിട്ട് കിട്ടുന്നതായിട്ട്, അങ്ങനത്തെ ഒരു രീതി. അതാണ് നെക്സ്റ്റ് ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ പേഴ്സണിലേക്ക് വരാനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനുള്ളൊരു ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ പേഴ്സന്റെ സ്വപ്നത്തിലൂടെ ഈ പേഴ്സന് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 18 കിട്ടിയിട്ടുണ്ട്. ആൽഫബറ്റ് ലെറ്റർ എൻ, എൽ കിട്ടിയിട്ടുണ്ട്, എസ് കിട്ടിയിട്ടുണ്ട്, ഒ, ലെറ്റർ ജി, ബി, 11 നമ്പർ, 12-ാം തീയതി, 22-ാം തീയതി, അതുപോലെ നമ്പർ 9, 25, 24. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കമന്റ് ബോക്സിൽ ഞാനൊരു അഫർമേഷൻ പിൻ ചെയ്തിട്ടേക്കാം. അത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, ഞാനൊരു പോസിറ്റീവ് അഫർമേഷൻ ഞാനത് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എല്ലാവരും ആ ഒരു സെയിം അഫർമേഷൻ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നിട്ട് അവസാനം താങ്ക് യു 555 എന്ന് ഇടണം. ഓക്കെ, അങ്ങനെ കമന്റ് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയും കൂടി പേരും കൂടി അതിൻ്റെ ഒപ്പം ഇട്ടോളൂ. ഓക്കെ, അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമന്റ് ബോക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. സോ ബൈ.